ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. പതിവ് പോലെ തന്നെ രാവിലെ മുറ്റത്തും പരിസരത്തൊക്കെ ആണ്. അപ്പം മുറ്റടിക്കൽ പരിപാടിയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റോഡിൻ്റെ വശമെല്ലാം മുറ്റെല്ലാം അടിച്ചിട്ടുണ്ട്. ഇതാ കരികിലൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മുറ്റത്തിൻ്റെ ഭാഗമൊന്നും അടിച്ചില്ല, അവിടെ അടിക്കണം. അപ്പോൾ രാവിലെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് നിന്ന് സമയം പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം മാത്രമേ അടിച്ചുള്ളൂ. പിന്നെ നമുക്കിന്ന് ചാമ്പങ്ങ പറിക്കണം കറി വെക്കാനായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു ചാമ്പങ്ങ തോരൻ വെക്കണം എന്നിങ്ങനെ പ്ലാൻ ഇട്ടിരിക്കുകയായിരുന്നു കുറേ ദിവസമായിട്ട് കേട്ടോ. അപ്പം ചാമ്പങ്ങ മുട്ടയിട്ടപ്പം മുതൽ ഞാനിങ്ങനെ നോക്കി നോക്കിയിരുന്നാണ്. പക്ഷെ ഇന്നലെ രാത്രി കിടന്നിട്ട് ഇപ്പോൾ ഭയങ്കര കുരയായിരുന്നേ. ഞങ്ങളപ്പോൾ ഇറങ്ങി നോക്കിയപ്പോൾ എന്നാ ഒരു വണ്ടി വന്ന് നിന്നാൽ ഒത്തിന്ന് 3-4 ചേട്ടന്മാരും വന്നു. അവരിറങ്ങി നമ്മുടെ കൈ എത്തുന്ന ഭാഗത്ത് ചാമ്പങ്ങ എല്ലാം പറിച്ചുകൊണ്ട് പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് മണ്ട ഭാഗത്ത് കുറച്ച് നിൽപ്പുണ്ട്, അത് പറിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും വഴി കൂടെ പോകുന്നവർ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ വെക്കൽ നടക്കില്ല കേട്ടോ. അവർ കൊണ്ടുപോകുന്നതിൻ്റെ അല്ല, കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് കുറച്ച് കറി വെക്കാൻ എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ആ എത്താത്ത ഭാഗത്ത് നിന്ന് ചാമ്പങ്ങയ്ക്ക് ഒരു തരത്തിൽ കമ്പ് കൊണ്ട് കുത്തി ചാടിച്ച് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അഴയ്ക്ക് താങ്ങായിട്ട് വെച്ചിരുന്ന കമ്പൊക്കെ എടുത്തുകൊണ്ട് അഞ്ചിൽ കുത്തി ചാടിച്ച് തന്നു. പിന്നെ ഞാനെല്ലാം പറക്കിയൊക്കെ എടുത്തു കേട്ടോ. അപ്പം അഞ്ചിലേക്ക് വേണ്ടെന്ന് പറഞ്ഞു. അഞ്ചിലേക്ക് ഇതുവരെയൊന്നും കറി വെച്ച് അറിവില്ല, അതുകൊണ്ട് ചേച്ചി കൊണ്ടുവെക്കളാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തിന്നാനും കുറച്ച് കറി വെക്കാനും ഉള്ള അത്രയും എടുത്തിട്ടുണ്ട്. അതിന് ശേഷം വന്നിട്ട് ആ മുറ്റത്തിൻ്റെ നമ്മുടെ മുറ്റവശമൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നത്തെയും പോലെ തന്നെ. പിന്നെ ഇന്നലെ നല്ല മുട്ട പണി കിട്ടിയ ദിവസമായിരുന്നു കേട്ടോ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വെള്ളം വന്നിട്ടില്ലായിരുന്നു. ഞാനിതറിയാണ്ട് ഞാൻ പൈപ്പ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ നൂല് പോലെ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് പതുക്കെ വെള്ളം ആയിക്കോളൂ എന്ന് വിചാരിച്ച് ഞാൻ ടാങ്കിൽ കിടന്ന വെള്ളം എല്ലാം വീപ്പയിലോട്ട് പിടിച്ചിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ടാങ്കിലും വെള്ളമില്ല, വീപ്പയിൽ നിറഞ്ഞിട്ടില്ല. നല്ല വെള്ളമില്ലാത്തതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ ഓട്ടം പോയപ്പോഴത്തേക്കിനും പുറത്തെ വീപ്പയിൽ വെള്ളം പിടിച്ചിട്ടേക്കുന്നതിൽ നിന്ന് കോരി കുളിച്ചിട്ടൊക്കെ പോയി. എന്നാലും വെള്ളമില്ലാത്തതുകൊണ്ട് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ നിരത്തി പിറക്കി ഇങ്ങനെ ഇട്ടേക്കായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ മിറ്റം തൂത്തോണ്ടിരുന്നപ്പോഴാണ് വെള്ളം അടിക്കുന്ന ചേട്ടൻ മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ വെള്ളം വന്നു. പിന്നെ ഞാൻ ഓടി വന്നിട്ട് സകലമാന പാത്രങ്ങളും തേച്ച് കഴുകി എടുത്ത് വെച്ചതിന് ശേഷം കട്ടൻ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിന്ന് രാവിലെ പുട്ടാണ് കാപ്പിക്ക്. അപ്പോൾ ആദ്യം ചായ കുടിച്ചിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇന്നലെ പുട്ടിന് വേണ്ടിയിട്ട് കുഴച്ച് തേങ്ങയൊക്കെ ചിരകി എല്ലാം ഭദ്രാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ശടപടയും നമ്മുടെ കാപ്പിയുടെ കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. അപ്പോൾ ആ പുട്ടുകൊടുത്തി വെള്ളം വെച്ച് വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആദ്യത്തെ ഒരു കുറ്റി പുട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് പുട്ടിൻ്റെ കൂടെ പഴമാണ് കേട്ടോ. കഴിഞ്ഞ സച്ചം വന്നപ്പോഴത്തേക്കിന് മാറ്റി വന്നതിന് വലിയ ഒരു കൊല ഏത്തക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇരുന്ന് പഴമായി തുടങ്ങിയിട്ടുണ്ട്. മറ്റേ ഞാലിപ്പൂവിൻ്റെ കുട്ട്. അതുകൂടാതെ അമ്മ വന്നപ്പോഴത്തേക്കിന് റോബസ്റ്റയുടെ പച്ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടോടെ ഇവിടെ വെച്ചിരുന്നിരുന്ന് അത് പഴമായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴവുമാണ്. അങ്ങനെ മുറ്റടിയൊക്കെ കഴിഞ്ഞ് ഞാൻ മതുക്കെ കടിഞ്ചായൊക്കെ ഇട്ടപ്പോഴത്തേക്കിന് കുഞ്ഞാപ്പി എണീറ്റ് വന്നു. പിന്നെ കുഞ്ഞാപ്പിനെ പല്ലൊക്കെ തേപ്പിച്ച് എന്നത്തെയും പോലെ അവൻ്റെ സ്ഥിരം കടിഞ്ചായി റസ്കും ഒക്കെ കൊടുത്തിരുത്തിയിരിക്കുകയാണ് കേട്ടോ. അബി ഇതുവരെ എണീറ്റിട്ടില്ല. അബി നല്ല ഉറക്കമാണ്. ഒച്ചയൊന്നും ഇട്ടിട്ട് ആൾ അനങ്ങുന്ന പോലെയില്ല കേട്ടോ. തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്ന് ഉറങ്ങാണ്. പിന്നെ മൂക്കൊക്കെ അടഞ്ഞുകൊണ്ട് രാത്രിയൊക്കെ ഉറക്കം ഒരു കണക്കായിരുന്നു. വെളുക്കാൻ കാലത്തെങ്ങാണ്ടാണ് ആൾ ശരിക്കും ഒന്ന് ഉറങ്ങി തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങി ശരിക്കും ക്ഷീണമൊക്കെ മാറിയിട്ട് എണീക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമ്മുടെ ആദ്യത്തെ കുറ്റിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മൊത്തം 3 കുറ്റിപ്പുട്ട് ഉണ്ടാക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 4 മണിക്കത്തേനും കൂടെ കൂട്ടി കേട്ടോ. പിന്നെ ഇവിടെ അധികം തിന്നാൻ ആളില്ലല്ലോ, ഞാനും അമ്മയും കുഞ്ഞാപ്പിയൊക്കെ അല്ലേ ഉള്ളൂ. പിന്നെ പിള്ളേർ ചിലപ്പോൾ കയറി ഇറങ്ങിയൊക്കെ ഇച്ചിരി വെച്ചൊക്കെ വെച്ച് തിന്നാലേ ഉള്ളൂ കേട്ടോ. പിന്നെ പകുതി തോണ്ടി പറക്കി കളയും പുട്ടൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ പുട്ടുകുറ്റിക്കകത്താണ് കേട്ടോ ഉണ്ടാക്കിയത്. അല്ലെ സാധാരണ ഞാൻ മറ്റേ ഇഡലി തട്ടിനകത്ത് പെട്ടെന്ന് കുഴച്ച് കൂട്ടി വെക്കുകയാണെങ്കിൽ എളുപ്പം കിട്ടും. ഒറ്റയടിക്ക് എല്ലാം കൂടെ വെന്തും കിട്ടും കേട്ടോ. പിന്നെ ഞാൻ കുറേ നാളായല്ലോ പുട്ടിങ്ങനെ കുറ്റിക്കകത്ത് ഉണ്ടാക്കിയിട്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് അങ്ങ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മുടെ പുട്ടായിട്ടുണ്ട്. പുട്ടിന് കറി പഴമാണല്ലോ, അപ്പോൾ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. കടിഞ്ചായി ആയിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടോ. പിന്നെ ഇനി നമുക്ക് കുടിവെള്ളം വെക്കണം. കുടിവെള്ളം കൂടെ തിളപ്പിച്ചിട്ടിട്ട് കാപ്പിയുടെ കാര്യം കഴിഞ്ഞല്ലോ. ഇപ്പോൾ കുളിച്ചിട്ട് വരാമെന്ന് വിചാരിക്കണം. കാരണം ഞാൻ പാത്രമൊക്കെ കഴുകി ആകെ നനഞ്ഞ് കുഴഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഉടുപ്പയിലോട്ടൊക്കെ വെള്ളമെല്ലാം വീണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ കുളിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കുടിവെള്ളമൊക്കെ അടുപ്പിൽ വെച്ച് അത് തിളപ്പിച്ചാറിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത പരിപാടി കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. എനിക്കല്ല കേട്ടോ, കുഞ്ഞാപ്പീനെയും അബീനെയും കൂടെയാണ്. അപ്പോൾ ജസ്റ്റ് മേലൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കിനും അബി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അബീനെയും പല്ലൊക്കെ തേപ്പിച്ച് മേലൊക്കെ ഒന്ന് തുടച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ചാക്കി ആകെ മൊത്തത്തിൽ മിടുക്കത്തികളാക്കി ഇതാക്കൊണ്ടൊന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി കാപ്പി കുടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ 2 പേർക്ക് മരുന്നൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാപ്പി കൊടുത്തേക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇന്ന് പൊട്ടിൻ്റെ കൂടെ കട്ടൻ ചായ ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ തിളപ്പിച്ചാർച്ച വെള്ളം തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് 2 മിനിറ്റ് പോലും ആയിട്ടില്ലോ കട്ടൻ ചായ കുടിച്ചിട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ വെള്ളമൊക്കെ പകർത്തി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് ചോറ് വെക്കേണ്ട ആവശ്യമില്ല. ഇന്നലത്തെ കൂട്ട് കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതങ്ങ് തിളപ്പിച്ച് വാർക്കാമെന്ന് വിചാരിക്കുകയാണ്. വൈകിട്ട് അത്താഴത്തിന് വേണമെങ്കിൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ചു.
അങ്ങനെ നമ്മുടെ ചോറ് തിളപ്പിച്ച് വാർക്കാനായിട്ട് അടുപ്പിൽ വെച്ചതിന് ശേഷം വന്നിട്ട് ഇതാ പിള്ളേർക്ക് കാപ്പിക്ക് പുട്ടൊക്കെ എടുത്ത് കൊടുത്തു. പുട്ടും പഴവും കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ പഴം ആർക്കും വേണ്ട, പഞ്ചസാര മതി കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും പഞ്ചസാരയൊക്കെ ഇട്ട് പിന്നെ ഓരോ സ്പൂണും കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ കുടിക്കാനായിട്ട് നമ്മുടെ കുടിവെള്ളമാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അതിന് ശേഷം വന്നിട്ട് നമ്മൾ വെള്ളത്തിൽ ഇന്നലെ ഇട്ട് വെച്ച പയറാണ്. അപ്പോൾ നമുക്കിന്ന് ചൂട്ടാൻ എന്തെങ്കിലും വേണമല്ലോ, അപ്പോൾ അതിന് പയർ കറി വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴുകി ഒന്നുകൂടെ വൃത്തിയാക്കി റെഡിയാക്കി ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ച് നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുക്കറിനകത്താണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ സമയമായപ്പോഴത്തേക്കിനും കറണ്ട് പോയി. അരയ്ക്കാനായിട്ട് ഞാൻ തുടങ്ങായിരുന്നു കേട്ടോ ആ പയർ കറിക്ക്. പിന്നെ ഞാൻ വിചാരിച്ചു ആ ഗ്യാപ്പിൽ നമുക്ക് ചാമ്പങ്ങ അരിഞ്ഞ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചാമ്പങ്ങ കഴുകി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തോന്നും മണ്ടയിൽ നിന്ന് വീണുകൊണ്ട് കുറച്ച് മണ്ണും പൊടിയും പിന്നെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചില സൈഡൊക്കെ ചതഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് നല്ല ഭാഗം നോക്കി നമ്മൾ അരിഞ്ഞ് പറക്കി നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കണം കേട്ടോ. പിന്നെ നല്ലപോലെ മൂത്ത് നല്ല ചുമന്നിരിക്കുന്ന 2-3 ചാമ്പങ്ങ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഉപ്പും കൂട്ടി തിന്നാൻ കേട്ടോ. പിള്ളേർ കാണാതെ വേണം തിന്നാൻ, അല്ലെങ്കിൽ പിന്നെ അവരും ചോദിച്ചുകൊണ്ട് വരും. പിന്നെ ഒന്നാമത് ജലദോഷവും കഫക്കെട്ടൊക്കെ ആയതുകൊണ്ട് ചാമ്പങ്ങ ഉപ്പും കൂട്ടിയൊക്കെ തിന്നാൽ ഇനി അത് കൂടിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പാത്ത് വെച്ച് പിന്നീട് തിന്നുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ചാമ്പങ്ങയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു തുള്ളി പോലും മണലും പൊട്ടും പൊടിയും ഒന്നും ഇല്ലാതെ കേട്ടോ. അപ്പോൾ നമുക്കിനി വേഗം കൊണ്ടുപോയി വെച്ച് അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ ചാമ്പങ്ങയൊക്കെ കഴുകിയെടുത്ത് അരിയാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കിനും ഒരു ഓട്ടർഷ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പം അച്ഛൻ വന്നു കേട്ടോ. പിന്നെ അച്ഛനും കാപ്പി കൊടുത്തു, പുട്ടും പഴവും. അച്ഛന് പഴം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അച്ഛന് പഴവും കൂട്ടി തിണ്ണയിലോട്ട് കൊടുക്കുന്നുണ്ട്. അച്ഛൻ തിണ്ണയിലിരുന്നാണ് കേട്ടോ സ്ഥിരമായിട്ട് കഴിക്കുന്നത്. അകത്തങ്ങനെ മേശയൊക്കെ ഉണ്ടെങ്കിലും അച്ഛന് തിണ്ണയിരുന്ന് കാറ്റൊക്കെ കൊണ്ട് കഴിച്ചാലാണ് ഒരു സമാധാനം. അപ്പോൾ അതുകൊണ്ട് അച്ഛന് തിണ്ണയിലോട്ട് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് അരി വേറെ ഇടുന്നുണ്ട്. ഇത് വേറെ ആർക്കുമല്ല, നമ്മുടെ ടിപ്പൂച്ചനുള്ള ചോറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ടിപ്പൂനുള്ള അരിയും കൂടെ നേരത്തെ അങ്ങിട്ട് വെച്ചേക്കാണെങ്കിൽ എളുപ്പം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് കഴുകി ആവശ്യത്തിന് വെള്ളമൊക്കെ എടുത്ത് നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പയറും അരിയൊക്കെ വേകുന്ന സമയത്തിന് കാപ്പി കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് പിള്ളേർ കാപ്പി കുടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് എണീറ്റ് പോയിട്ട്, അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്ന പുട്ടും എല്ലാം കൂടെ കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ കഴിക്കുകയാണ്. അതിനകത്ത് പിന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും വേണ്ടില്ല, എനിക്ക് പഞ്ചസാര അങ്ങനെ അധികം മധുരത്തോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എന്നാലും പിന്നെ ഞാനങ്ങ് കഴിച്ചു കേട്ടോ. കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പഴവും കൂടെ പീച്ചിട്ട് കാപ്പി കുടിക്കുന്നുണ്ട്. അപ്പം ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പി അവിടെ നിന്ന് പിന്നെയും വന്നു കേട്ടോ. ഇച്ചിരി പുട്ട് തരാമോ അമ്മയെന്ന് ചോദിച്ചിട്ട് പിന്നെ കുഞ്ഞാപ്പിക്ക് കൂടെ വാരി കൊടുത്ത് ഞാനും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് രണ്ടുപേർക്കും മരുന്ന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് പതുക്കെ തിണ്ണയിലോട്ട് അങ്ങ് വിട്ട് കിട്ടുക. പിന്നെ അവിടെ ഇരുന്ന് ഭയങ്കര ചിരിയും കളിയും വർത്താനൊക്കെ ആയിരുന്നു. വലിയപ്പം വന്നതുകൊണ്ട് വലിയ സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ വന്നപ്പോൾ മുട്ടായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ടിപ്പുവിൻ്റെ ചോറൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് എടുത്തുകൊണ്ട് ഈ റൈസ് കുക്കറിനകത്ത് വെച്ചു. പതുക്കെ അവിടെ നിന്ന് വേട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഏരിയയൊക്കെ ഒന്ന് അടിച്ചും തൂത്തൊക്കെ കൊടുക്കുന്നുണ്ട്. പുട്ടൊക്കെ ആയതുകൊണ്ട് അവിടെ മുഴുവൻ നിരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുട്ട് പഞ്ചസാര ഇട്ടതും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാം അടിച്ചൊന്ന് വൃത്തിയാക്കി. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി ചാമ്പങ്ങ തോരൻ വെക്കാനായിട്ട് പോവുകയാണ്. പിന്നെ മീൻപീര എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തണുത്ത് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി പിറക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചാമ്പങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളതിൽ നല്ല ചാമ്പങ്ങ നോക്കി നന്നായിട്ട് സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം വൃത്തിയാക്കി കഴുകി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളെങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അരച്ചും നമ്മൾ സാധാരണ തോരൻ കറിക്കൊക്കെ അരപ്പ് അരച്ച് ചേർക്കുമല്ലോ, അങ്ങനെയും ചേർക്കാം. അല്ലാതെ നമ്മൾ ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ട് അതിനകത്തേക്ക് ചാമ്പയ്ക്കയും കൂടെ അരിഞ്ഞിട്ട് പിന്നെ തേങ്ങായും ഇട്ട് ഉപ്പിട്ട് മഞ്ഞളിട്ട് അങ്ങനെയും തോരൻ വെക്കാം. ഞാൻ ഇന്ന് അങ്ങനെ തോരൻ വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ചാമ്പങ്ങ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഒപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും എല്ലാം കുരുകുര അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി അരിയുന്നതുകൊണ്ട് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. നല്ല നീറ്റിലുള്ള ഉള്ളിയായിരുന്നു. ചില ഉള്ളിക്ക് അത്രയും നീറ്റിലില്ല കേട്ടോ. പിന്നെ ഉള്ളി സവാളയൊക്കെ മുറിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് അരിയാണെങ്കിൽ ഇത്രയും കണ്ണ് നീറുകയെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ഇന്ന് എനിക്ക് അതിനൊന്നും നേരെയില്ലാത്തത് ഞാൻ വേഗം തന്നെ അങ്ങ് അരിഞ്ഞെടുത്ത് നീറുകയാണെങ്കിൽ അങ്ങ് നീറട്ടെ എന്ന് തന്നെ അങ്ങ് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ തോരന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തേങ്ങ ചിരകി എടുക്കണം. നമ്മുടെ തോരന് വേണം, പിന്നെ നമ്മുടെ ചാറ് കറിക്കും വേണമല്ലോ. പയർ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിസിലൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ പയർ നന്നായിട്ട് വേകൂട്ടോ. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ തേങ്ങ രണ്ടിനും കൂടിയുള്ള ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തോരൻ കറി വെക്കാനായിട്ട് പോവുകയാണ്. പിന്നെ നമ്മുടെ ചാമ്പങ്ങയ്ക്ക് ഞാൻ അരയ്ക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഇട്ടങ്ങ് വേവിക്കുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ കടുകൊന്നും പൊട്ടിച്ചില്ല. ആദ്യം വേവിച്ച് കറിയാക്കിയതിന് ശേഷം ഒരുമിച്ച് കടുകങ്ങ് പൊട്ടിച്ചിട്ട് പയർ കറിക്കും പിന്നെ നമ്മുടെ തോരനോട് ഇച്ചിരി പകത്തങ്ങ് ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ തോരൻ വെക്കാണ്. അപ്പം അരിഞ്ഞ് വെച്ച സാധനങ്ങളെല്ലാം ചട്ടിയിലാക്കി അടുപ്പത്താക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നു. പിന്നെ കുറച്ച് ഉപ്പ് ഇച്ചിരി മുന്നിൽ നിന്നാലും കുഴപ്പമില്ല കേട്ടോ, കാരണം പുളിയുള്ള സാധനമാണല്ലോ. അപ്പം നമ്മുടെ ചാമ്പങ്ങ തോരനൊക്കെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചാമ്പങ്ങ തോരനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഇരുമ്പപ്പുളിയൊക്കെ തോരൻ വെക്കുന്ന അതേ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇച്ചിരി ഉപ്പും എരിവും പുളിയൊക്കെ. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ചാമ്പങ്ങ തോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ
അപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞ് അടുത്ത സെക്ഷൻ ആകുമ്പോഴത്തേക്കിന് ഇനി ആരും പറിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ കുറച്ച് അച്ചാറും കൂടി ഇട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പം മണ്ടഭാഗത്തുള്ളത് നമുക്ക് എത്തത്തില്ല കേട്ടോ, തോട്ടി കൊണ്ട് പോലും എത്തത്തില്ല, അത്രയും മണ്ടയിലാണ് നിൽക്കുന്നത്. അടുത്ത സെക്ഷൻ ഇനി ആകുമ്പോൾ മാത്രമേ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു വെള്ള കളറിൽ ഇപ്പം നിൽക്കുന്ന അവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം നമുക്കിനി ആയി വരുമ്പോഴത്തേക്കിനും കുറച്ച് പിക്കിളും കൂടെ ആക്കണം. അപ്പോൾ അതാ നമ്മുടെ തോരനുള്ള സാധനങ്ങളൊക്കെ അടുപ്പയിലാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വെന്താൽ മാത്രം മതി കേട്ടോ. പിന്നെ നമ്മുടെ ഈ തോരനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല, കാരണം നമ്മുടെ ചാമ്പങ്ങയിൽ ധാരാളം വെള്ളമുണ്ട്. അപ്പം ഒന്ന് മൂടി വെച്ച് ചെറുതായിട്ട് തീ കയറുമ്പോൾ തന്നെ ആ വെള്ളം കൂർന്നിറങ്ങിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൽ ഇരുന്ന് പതുക്കെ വെന്ത് വന്നോളും. അപ്പോൾ അതാ നമ്മുടെ പയറും ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് തേങ്ങ, ഉള്ളി, മുളക്, ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ അരയ്ക്കാനായിട്ട് ഞാൻ അങ്ങ് പോയപ്പോഴത്തേക്കിന് അബിക്ക് വിശക്കുക എന്ന് പറഞ്ഞു വന്നു. രാവിലെ പുട്ട് കൊടുത്തപ്പോൾ ഒരു ഇച്ചിരി ഇരുന്നിട്ട് മതി, വയറ് നിറഞ്ഞെന്ന് പറഞ്ഞു പോയ ആളാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചോറും പിന്നെ നമ്മുടെ പയറ് വെന്ത കൂട്ടും പിന്നെ നമ്മുടെ ചാമ്പിങ്ങ കുറച്ച് വെന്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തോരനൂടെ കൂട്ടി കടുക്കൊക്കെ പൊട്ടിക്കുന്നതിന് പ്രാവിക്ക് ചോറ് കൊടുത്തു. കുഞ്ഞാപ്പിക്ക് വേണ്ട, കുഞ്ഞാപ്പി എൻ്റെ കൂടെ ഇരുന്ന് പുട്ട് നന്നായിട്ട് കഴിച്ചുകൊണ്ട് അവന് വിശക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പയറൊക്കെ വെന്തുടങ്ങി വന്നിട്ടുണ്ട്, അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ മിക്സ് ചെയ്ത് നമ്മളിനി കൂട്ടാനാക്കുകയാണ്. പിന്നെ നമ്മളിന്ന് കുറച്ച് സ്പീഡ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവി സ്കൂളിൽ പോയിട്ട് 2-3 ദിവസമൊക്കെ ആയല്ലോ, 2-3 ദിവസം മിച്ചമായിട്ടുണ്ട് കേട്ടോ. അപ്പം അക്ഷരങ്ങളൊക്കെ മറന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം ഞാൻ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാനൊന്നും പോയിട്ടില്ലായിരുന്നു. വായിക്കുന്നില്ലെങ്കിൽ വായിക്കണ്ട, കാരണം ക്ഷീണമൊക്കെ അല്ലേ, പാവല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചേടാ 1-ൻ്റെയും 3-ൻ്റെയും ഇടയ്ക്കുള്ള നമ്പർ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ആൾക്ക് അറിയത്തില്ല കേട്ടോ. എന്നോട് പറയും 6 ആണെന്ന്. അയ്യോ, ഇത്രയും ദിവസം പഠിപ്പിച്ച് എല്ലാം വെള്ളത്തിലായിട്ട് ആൾ മറന്നുപോയി, 2 ദിവസം ടെക്സ്റ്റ് എടുക്കാതിരുന്നപ്പോഴത്തേക്കിനെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എല്ലാം പരിപാടി ഒതുക്കിയിട്ട് വേണം കുറച്ച് നേരം ആളെ ഒന്ന് പിടിച്ചിരുത്തി എല്ലാം ഒന്ന് വായിപ്പിച്ചൊക്കെ നോക്കാനെന്ന് വിചാരിക്കുകയാണ്. കുഞ്ഞു പിള്ളേരായതുകൊണ്ട് പെട്ടെന്ന് തന്നെ മറന്നു പോവും. പിന്നെ കളിയിലേക്ക് അങ്ങ് മുഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് പഠിക്കാൻ ഇരുത്തിയാലും ഒരു ഉത്സാഹവും ഇല്ലാത്ത പോലെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ടച്ച് അങ്ങ് വിട്ടുപോകാതെ ഇന്ന് കുറച്ച് നേരം ഇരുത്തി വായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പീഡിൽ കാര്യങ്ങൾ ഓടിക്കുന്നത് കേട്ടോ. പിന്നെ ഇടയ്ക്ക് നമ്മുടേതായ കാര്യങ്ങൾ കൂടെ പോയി കഴിയുമ്പോഴത്തേക്കിനും പഠിപ്പിക്കാനുള്ള സമയം കൂടെ കിട്ടുന്നില്ലാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതാ നമ്മുടെ പയർ കൂട്ടാനായിട്ടുണ്ട്, നമ്മുടെ ചാമ്പങ്ങ തോരനായിട്ടുണ്ട്, പിന്നെ നമ്മുടെ മീൻ പീര ഒന്നുകൂടെ ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചട്ടിയുടെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മീനൊക്കെ ഉടഞ്ഞ് ആകെപ്പാടെ നാശകോശകമാകും. അപ്പോൾ അതുകൊണ്ട് വലിയ ഇളക്കാനൊന്നും നിന്നില്ല, ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറിയ തീയിൽ ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ കാപ്പി കുടിച്ച പാത്രങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് കഴുകി കൊടുക്കുകയാണ്. അധികം പാത്രങ്ങളൊന്നുമില്ല, കാരണം വെള്ളം വന്നപ്പോൾ നമ്മൾ എല്ലാ പാത്രവും എടുത്തിട്ട് കഴുകിയായിരുന്നല്ലോ. അപ്പോൾ കാപ്പി കുടിച്ചതും പിന്നെ 5-6 പ്ലേറ്റും പിന്നെ നമ്മുടെ കട്ടിംഗ് ബോർഡ് അതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകി എടുത്ത് മാറ്റുന്നുണ്ട്. ടാങ്കൊക്കെ വെള്ളമൊക്കെ വന്ന് നന്നായിട്ട് നിറച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കഴുകാനുള്ള തുണി എല്ലാം എടുത്തുകൊണ്ട് ഈ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രമൊക്കെ തേച്ച് കഴുകി നമ്മുടെ സിങ്കൊക്കെ എന്നത്തെയും പോലെ വൃത്തിയാക്കിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ തുണിയൊക്കെ അലക്കി വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഊരി പിഴിഞ്ഞെടുത്തതാ കൊണ്ട് വിരിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ.
അപ്പോൾ ഇന്ന് 2 ബക്കറ്റ് തുണിയോളം ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു ബക്കറ്റ് കൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ അഴയിലൊക്കെ വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വെയിലാണ്, 2 സെക്കൻഡ് മതി കേട്ടോ തുണിയൊക്കെ ഉണങ്ങാനായിട്ട്. 10 മണി കഴിഞ്ഞാൽ പിന്നെ റോട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അതുപോലത്തെ ചൂടാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാനിപ്പം പെരയ്ക്കകത്താണെങ്കിലും കട്ടനൊക്കെ വെച്ച് സകലമാര പൊത്തുകളും അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ഒരു തരത്തിൽ പോലും സൂര്യപ്രകാശം അകത്തോട്ട് കയറരുത്, നമ്മൾ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തുണിയെല്ലാം വിരിക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെയിലത്ത് നിന്നപ്പോൾ തന്നെ തൊണ്ട ഉണങ്ങാനായിട്ട് തുടങ്ങി കേട്ടോ. പിന്നെ കയറി വന്നതേ ഒരു 2-3 കവിൾ വെള്ളം കുടിച്ചപ്പോഴാണ് ഒരാശ്വാസമായത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാനായിട്ട് പോവുകയാണ്. കുഞ്ഞാപ്പിനെ കിടത്തി ഉറക്കുന്നു, പിന്നെ അബിനെ കുറച്ച് നേരം ഇരുത്തി വായിപ്പിക്കുന്നു, എഴുതിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.